ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 11 ഭാഗം. അമ്മേ നാരായണ. നിർമ്മമ എന്നാൽ മമതയില്ലാത്തവൾ, എൻ്റേത് എന്ന ഭാവം ഇല്ലാത്തവൾ. പലപ്പോഴും മമതയാണ് നമ്മളെക്കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. സ്വന്തം വീട് വൃത്തിയാക്കി ആ വേസ്റ്റൊക്കെ ഒരു കവറിൽ കെട്ടി റോഡിൽ ഉപേക്ഷിക്കാനും റോഡിൽ തുപ്പാനും, എൻ്റെ വീടും സ്ഥലവും എൻ്റെ പരിസരങ്ങളും എൻ്റെ ആളുകളുമൊക്കെ നന്നായിരിക്കണം, അല്ലാത്തതൊന്നും എൻ്റെ മാറ്റർ ഓഫ് കൺസേൺ അല്ല എന്ന് ചിന്തിക്കുന്നത് പലപ്പോഴും ഈ മമതാഭാവം കൊണ്ടാണ്. ദേവിക്ക് ഒന്നിനോടും ഒരു പ്രത്യേക മമതയില്ല. കൂടുതൽ കാണിക്കയിടുന്ന ഭക്തനോട് കൂടുതൽ പ്രിയം, അങ്ങനെ ഒരു അവസ്ഥ ദേവി പരാശക്തിക്ക് ഇല്ല. മനസ്സറിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തരെയും ഒരുപോലെ കാണുന്നവളാണ് ദേവി പരാശക്തി. മമതാഹന്ത്രി, മമതയില്ലാത്ത ദേവി ഭക്തനിലെ മമത നശിപ്പിക്കുന്നു. മമതാഹന്ത്രി, നേരത്തെ പറഞ്ഞതുപോലെ ഈ മമതാബോധമാണ്, മമത്വഭാവമാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും സ്വയം മറന്ന് പ്രവർത്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഈ മമത്വബോധമാണ്. എൻ്റെ ആളുകൾ, എൻ്റേത് എന്ന ചിന്തയാണ് നമ്മളെ സ്വാർത്ഥരാക്കുന്നത്. ആ മമതാബോധം ഇല്ലാതാക്കുന്നത് ദേവി പരാശക്തിയാണ്. നിഷ്പാപ, പാപബോധം ഇല്ലാത്തവൾ. ദേവിയെ സംബന്ധിച്ചിടത്തോളം ശരീതെറ്റുകൾ, പുണ്യപാപങ്ങൾ ഇതൊന്നും ദേവി പരാശക്തിയെ ബാധിക്കുന്ന കാര്യമല്ല. അസുരനെ സൃഷ്ടിക്കുന്നതും ദേവനെ സൃഷ്ടിക്കുന്നതും മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ദേവിയാണ്. ഭണ്ഡാസുരനെ നിഗ്രഹിക്കാനെത്തിയപ്പോഴും ആ വധം എന്ന് പറയുന്നത് ഒരു പാപപ്രവൃത്തിയല്ല ദേവിയെ സംബന്ധിച്ചിടത്തോളം. അത് കാലാനുസൃതത്തിൽ സംഭവിക്കേണ്ട കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവി പാപമില്ലാത്തവളാണ്, നിഷ്പാപയാണ്. പാപനാശിനി, ഭക്തൻ്റെ പാപങ്ങൾ കഴുകിക്കളയുന്നവളാണ് ദേവി പരാശക്തി. ഭക്തനിലെ പാപബോധം നശിപ്പിക്കാനും പരാശക്തിക്ക് സാധിക്കും. നിഷ്ക്രോധ, ക്രോധമില്ലാത്തവൾ. ദേവിയുടെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് തന്നെ സൗമ്യ ഭാവമാണ്. ദേവി ശാന്തിമതി, ശാന്ത, സ്മിതമുഖിയാണ്. അതുകൊണ്ട് തന്നെ ദേവി നിഷ്ക്രോധയാണ്. ക്രോധശമനി, ക്രോധമില്ലാത്ത അവസ്ഥ മനസ്സിന് ഏറ്റവും സമാധാനം തരുന്ന ഒരു അവസ്ഥയാണ്. ക്രോധം ശമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും പലപ്പോഴും അതൊക്കെ വിഫലമായി പോകുന്ന ഒരു അനുഭവം നമുക്ക് മിക്കപ്പോഴും ഉണ്ടായിട്ടുണ്ടാകും. ദേവി പരാശക്തിയെ ഭജിക്കുന്നതിലൂടെ ക്രോധശമനമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ക്രോധം ശമിപ്പിക്കേണ്ടത്, നമ്മുടെ ക്രോധം ഇല്ലാതാക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ്. കാരണം നമുക്ക് ആരോടാണോ ക്രോധം തോന്നുന്നത്, ഏത് സാഹചര്യത്തോടാണോ ഈ ക്രോധം തോന്നുന്നത്, ആ ആളുകളെ, ആ സാഹചര്യങ്ങളെ നമ്മുടെ ക്രോധം ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നമുക്ക് തന്നെയാണ് അതുകൊണ്ട് ബ്ലഡ് പ്രഷർ കൂടുന്നത്, നമ്മുടെ തന്നെയാണ് ആങ്സൈറ്റി കൂടുന്നത്. ആളുകൾക്ക് നമ്മളോടുള്ള പെരുമാറ്റം, ആളുകളുടെ മനോഭാവം മാറ്റുക എളുപ്പമല്ല. നമുക്ക് ആകെ മാറ്റാവുന്നത് നമ്മുടെ പ്രതികരണം മാത്രമാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമം സ്ഥിരമായി പാരായണം ചെയ്യുന്നതിലൂടെ, ദേവി പരാശക്തിയെ നന്നായി ഭജിക്കുന്നതിലൂടെ ക്രോധശമനം സാധ്യമാണ്. നിർലോഭ, ലോഭമെന്നാൽ അത്യാഗ്രഹം. അത്യാഗ്രഹമില്ലാത്തവളാണ് ദേവി പരാശക്തി. എന്തും ആവശ്യത്തിലധികമാണ് ദേവിയുടെ പക്കലുള്ളത്. കഴിവുകളായാലും സമ്പത്തായാലും ഐശ്വര്യമായാലും സൗന്ദര്യമായാലും എല്ലാം ദേവിക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇനിയും കിട്ടണം എന്നൊരു അത്യാഗ്രഹമുള്ളവളല്ല ദേവി പരാശക്തി. അതുകൊണ്ട് തന്നെ ഇന്ന കാര്യം നേടിത്തന്നാൽ, ഇന്ന കാര്യം സാധിച്ചു തന്നാൽ ഞാൻ ഇത്ര പണം, ഇത്ര സ്വർണം, ഇത്ര കാണിക്ക അർപ്പിച്ചോളാം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന കാര്യം
പരാശക്തിയുടെ ഭക്തൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ കൊടുക്കുന്നതിലൊന്നും ദേവിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ദേവിക്ക് ആകെ നമുക്ക് കൊടുക്കാവുന്നത് പൂർണ്ണമായ ഏകാഗ്രമായ ഭക്തി മാത്രമാണ്. ലോഭനാശിനി. ഇനി ദേവിയെ ഭജിക്കുന്ന ഭക്തൻ്റെ ഉള്ളിലെ അത്യാഗ്രഹത്തെ നശിപ്പിക്കാനും ആർക്ക് സാധിക്കും? ദേവി പരാശക്തിക്ക് സാധിക്കും. ലോഭനാശിനി. നിസ്സംശയ. ഒന്നിലും സംശയമില്ലാത്തവൾ, സംശയവും നിശ്ചയവുമായി നിൽക്കാത്തവൾ. വികൽപ്പ ചിന്ത. ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, ഇതിനി അങ്ങനെയാകുമോ, അവരങ്ങനെ ചിന്തിക്കുമോ, ഇവരിങ്ങനെ പറയുമോ, അത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ ദേവിക്കില്ല. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഒരു മായയാണ് എന്നും ഇവിടെ സംഭവിക്കുന്നതെല്ലാം തന്നെ ആ മായയുടെ ഭാഗമാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ദേവി പരാശക്തിക്ക് ഒരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. സംശയഗ്നി. അതുകൊണ്ട് തന്നെ ദേവിയെ ഭജിക്കുന്ന ഭക്തൻ്റെ ഉള്ളിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ദേവി പരാശക്തിക്ക് സാധിക്കും. സംശയഗ്നി. നിർഭവ. ഭവ എന്നാൽ സംസാരം, ലോകം. ഈ സംസാര സാഗരത്തിൽ പെട്ട് ഉഴലുന്നവളല്ല ദേവി പരാശക്തി. ഈ മായാലോകത്തിൻ്റെ ഭാഗമായി ഈ മായയിൽ പെട്ട് ക്ലേശിക്കുന്നവളല്ല ദേവി പരാശക്തി. നിർഭവ. ഭവനാശിനി. നമ്മുടെ ഉള്ളിലെയും സംസാര ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ അതുകൊണ്ട് തന്നെ ദേവി പരാശക്തിക്ക് സാധിക്കും. നിർവികൽപ്പ. വികൽപ്പ എന്നാൽ രണ്ട് എന്ന ചിന്ത. തെറ്റ് ശരി, നന്മ തിന്മ, ഇപ്രകാരത്തിലുള്ള ദ്വന്ദ്വ ചിന്തയില്ലാത്തവളാണ് ദേവി പരാശക്തി. എല്ലാം ഒന്നാണ്, എല്ലാം ഒരേ പരമാത്മാവിൻ്റെയും ഒരേ പരാശക്തിയുടെയും ഭാഗമാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ദേവി പരാശക്തി. നിരാബാധ. ഒന്നും തന്നെ ദേവിയെ ബാധിക്കുന്നില്ല. സുഖദുഃഖങ്ങളോ നന്മതിന്മകളോ ഒന്നും തന്നെ ദേവിയെ ബാധിക്കുന്നില്ല. നിരാബാധ. നിർഭേദ. ഭേദബുദ്ധി ഇല്ലാത്തവൾ. ഇത് നല്ലത്, ഇത് ചീത്ത, ഇത് ശരി, ഇത് തെറ്റ്, അങ്ങനെ ഒരു ഭേദബുദ്ധി ദേവിക്ക് ഇല്ല. ദേവിയുടെ മുന്നിൽ സകലതും സമമാണ്. ഭേദനാശിനി. ദേവിയുടെ ഭക്തൻ്റെ ഉള്ളിൽ ഭേദചിന്ത ഇല്ലാതാക്കി ആത്മജ്ഞാനം സ്ഫുരിക്കാൻ ദേവി കാരണമാകുന്നു. ഞാനും നിങ്ങളും ഒന്നാണ്, ഞാനും ആ പരമാത്മ ചൈതന്യവും ഞാനും ആ പരാശക്തിയും ഒന്നു തന്നെയാണ് എന്ന ആത്മജ്ഞാനം ഉളവാകുന്നതിലൂടെ മനുഷ്യനെയും സർവചരാചരങ്ങളെയും രണ്ടായി കാണാനുള്ള നമ്മുടെ സ്ഥായി സ്വഭാവം മാറുകയും നമ്മളിൽ ആത്മജ്ഞാനമുണ്ടാവുകയും ചെയ്യുന്നു. നിർനാശ എന്നാൽ നാശമില്ലാത്തവൾ. ദേവിക്ക് ഉൽപ്പത്തിയില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞു, ആദിയും അന്തവുമില്ലാത്ത ഒരു ചൈതന്യ സ്വരൂപിണിയാണ് ദേവി പരാശക്തി. ദേവി ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഇവിടെ നിലനിൽക്കുന്ന ആ ശക്തി സ്വരൂപിണിയായ പരാശക്തിക്ക് നാശമില്ല. നിർനാശ. മൃത്യുമഥനി. മൃത്യുവിനെ ജയിക്കുന്നവൾ. ദേവിയെ ഭജിക്കുന്ന ഭക്തന് മരണഭയം ഇല്ലാതാക്കി കൊടുക്കുന്നവൾ. മരണം പോലും ഒരു അനുഗ്രഹമാണ് എന്ന സത്യം ഉൾക്കൊള്ളുന്ന വിധം മാനസിക വളർച്ചയുണ്ടാകാനായിട്ട് ദേവി പരാശക്തിയെ നന്നായി ഭജിക്കാനാണ് പറയുന്നത്. നിഷ്ക്രിയ. ഇത്രയും പ്രവർത്തികൾ സകലതിനെയും സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതുമായ സകല ക്രിയകളും ചെയ്യുന്നത് ദേവിയാണ്. എന്നിട്ടും ദേവിയെ നിഷ്ക്രിയ എന്ന് വിളിക്കുന്നു. അതെന്തുകൊണ്ടാണത്? ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പൂ പറിക്കുന്നത് പോലെ ലാഘവത്തോടെയുള്ള കാര്യങ്ങളാണ്. ദേവിക്കിതൊക്കെ ലീലകളാണ്. ഞാനെന്തോ വലിയ സംഭവമാണെന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ വലിയ സംഭവങ്ങളാണ് എന്നോ ചിന്തിക്കാത്തവളാണ് ദേവി പരാശക്തി.
നിഷ്പരിഗ്രഹ. പരിഗ്രഹം എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാത്തവൾ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണിത്. നിഷ്പരിഗ്രഹ. പരിഗ്രഹം, മറ്റുള്ളവരിൽ നിന്ന് ഒന്നും സ്വീകരിക്കാത്തവൾ. നമ്മളീ കൊണ്ടുപോയി ഇടുന്ന കാണിക്കയും നമ്മൾ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളും ഒന്നും തന്നെ ദേവി പരാശക്തിക്ക്, ആ പരബ്രഹ്മമൂർത്തിക്ക് ആവശ്യമില്ല. അതിലൊന്നും താല്പര്യമില്ലാത്ത വിധം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇനി നമ്മൾ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ ഈശ്വരൻ സ്വീകരിക്കുന്നത് അത് സമർപ്പിക്കുന്ന ഭക്തൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. നിസ്തുല. ഒന്നിനോടും തുലനം ചെയ്യാൻ സാധിക്കാത്തവൾ. ഒന്നുമായും ദേവിയുടെ ശക്തിയെ സാമ്യപ്പെടുത്തുക സാധ്യമല്ല. നീലചിഗുര. ചിഗുരം, ചിഗുരഭാരം എന്നൊക്കെ പറയും. എന്താണ് ഈ ചിഗുരം? ചിഗുരം എന്നാൽ മുടി. നീലചിഗുര, നീല കാർക്കൂന്തൽ, നീല കാർമേഘം പോലെ ഇടതൂർന്ന് നിൽക്കുന്ന ദേവിയുടെ ചിഗുരഭാരം, ദേവിയുടെ മുടിയിഴകൾ. അപ്രകാരം ഇടതൂർന്ന ഘനമേറിയ കാർക്കൂന്തളോട് കൂടിയവൾ നീല ചിഗുര. ദേവിയുടെ കൂടുതൽ നാമങ്ങൾ, ആ നാമങ്ങളുടെ അർത്ഥങ്ങളൊക്കെ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ നോക്കാം. ഇതുപോലെ പഠനം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.